ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് ബ്ലോഗർ ഡിബേറ്റ് സ്റ്റെഫി. അപ്പോൾ നമ്മൾ ഇന്ന് എക്സസൈസ് 7.2ലെ 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ റൂട്ടിനകത്ത് കിടക്കുന്ന ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് നമുക്ക് എങ്ങനെയെങ്കിലും ഫോം ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. Integral of root of tan x divided by sin x cos x. ഓക്കെ, നമുക്ക് ഒരു കാര്യം അറിയാം, കോസ് എക്സിന്റെ റെസിപ്രോക്കൽ ആണ് ആര്? സീക്ക് എക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ താഴെയും മുകളിലും കോസ് എക്സ് വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഞാൻ താഴെയും മുകളിലും കോസ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ sin x into cos square x എന്ന് വരും അല്ലേ, ബൈ cos x dx ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ്. എന്താ 1 ബൈ കോസ് സ്ക്വയർ എക്സ്? ടാൻ എക്സ്. അതായത് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്ക് എന്താ, സൈൻ എക്സ് ബൈ കോസ് എക്സ്, ടാൻ എക്സ് ഡി എക്സ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ, ഇസ് ഈക്വൽ ടു, ഞാനിവിടെ ടാൻ എക്സിന് ഇവിടെ ഞാൻ ടീന്ന് കൊടുക്കുക. ടാൻ എക്സിന് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ടീന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്ത് വരും നോക്കിക്കേ. അതായത് പുട്ട് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടി. അതായത് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് വരും ആണല്ലോ. അതായത് നമുക്ക് ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി ടി എന്ന് കൊടുക്കാം. ടാൻ എക്സിന് നമുക്ക് ടി എന്ന് കൊടുക്കാം. അപ്പൊ എന്ത് വരും നോക്കാം, ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതുവാണ് ക്വസ്റ്റിനെ. റൂട്ട് ഓഫ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് divided by tan x dx is equal to integral of root t by t dt എന്ന് വരും ആണല്ലോ. ഇനി റൂട്ട് ടി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടീനെ എനിക്ക് റൂട്ട് ടിയുടെ സ്ക്വയർ ആയിട്ട് എഴുതാം അല്ലേ. റൂട്ട് ടി ബൈ റൂട്ട് ടി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? ഇല്ല. അതായത് ഒരു റൂട്ട് ടി റൂട്ട് ടിയും താഴെ മുകളിലും ക്യാൻസൽ ആയി പോകും. അതായത് എനിക്ക് എന്ത് കിട്ടി? 1 ബൈ റൂട്ട് ടി ഡി ടി എന്ന് വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. 1 ബൈ റൂട്ട് ടി ഡി ടി. നമുക്കറിയാം റൂട്ട് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? ടി റേസ് ടു 1 ബൈ 2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതായത് ടി റേസ് ടു 1 ബൈ ടി റേസ് ടു 1 ബൈ 2 ഡി ടി, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു മൈനസ് 1 ബൈ 2 ഡി ടി. എന്ത് ചെയ്യാം നമുക്കിതിനെ? ഇനി ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്താണ്? എക്സ് റേസ് ടു എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ടി റേസ് ടു മൈനസ് 1 ബൈ 2 പ്ലസ് 1 ബൈ മൈനസ് 1 ബൈ 2 പ്ലസ് 1 പ്ലസ് സി. അപ്പൊ എന്ത് വരും നോക്കിക്കേ. എന്താണ് മൈനസ് 1 ബൈ 2 പ്ലസ് 1? മൈനസ് 1 ബൈ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ബൈ 2 തന്നെ. അതെന്താ? 1 ബൈ 2. 1 മൈനസ് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ബൈ 2. അപ്പൊ ടി റേസ് ടു 1 ബൈ 2 ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 ബൈ 2 പ്ലസ് സി. അതായത് 1 ബൈ 2ന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 ബൈ 1 എന്ന് വരും. 2 ഇൻറ്റു ടി റേസ് ടു 1 ബൈ 2 പ്ലസ് സി. അതായത് 2 റൂട്ട് ടി പ്ലസ് സി. അതായത് 2ന് നമ്മൾ എന്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? എന്തിനായിരുന്നു നമ്മൾ ടീന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ടിക്ക് നമ്മൾ ടാൻ എക്സിനായിരുന്നു നമ്മൾ ടി എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. നമുക്ക് തിരിച്ചിടാം. റൂട്ട് 2 ഇൻറ്റു റൂട്ട് ടാൻ എക്സ് പ്ലസ് സി എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ?